which was the computer conceived by Babbage. ആദ്യത്തെ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, നമ്മുടെ ലോകത്തെ ആദ്യത്തെ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആണെന്ന് പറയുന്നത് കൊളോസസ് എന്ന് പറയുന്നത് കേട്ടോ. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പെർഫോമൻസ് അളക്കുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിന്റർ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇമ്പാക്റ്റ് പ്രിന്ററും ഉണ്ട്, നോൺ ഇമ്പാക്റ്റ് പ്രിന്ററും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. നമ്മൾ നോക്കാൻ പോകുന്നത് LD ടൈപ്പിസ്റ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഭരിക്കും എന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ഈ അടുത്ത കാലത്ത് ഈ ഒരു സിലബസ് അല്ലെങ്കിൽ IT ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസിൽ നടത്തിയ പരീക്ഷകളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഫാക്റ്റുകളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വാസ് ദ കമ്പ്യൂട്ടർ കൺസീവ്ഡ് ബൈ ബാബേജ്? ബാബേജ് ഉദ്ദേശിക്കുന്നത് ആരാണ്? ചാൾസ് ബാബേജ് കേട്ടോ. ചാൾസ് ബാബേജ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ആരാണ്? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചാൾസ് ബാബേജ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വിച്ച് വാസ് ദ കമ്പ്യൂട്ടർ കൺസീവ്ഡ് ബൈ ബാബേജ്. അപ്പോൾ ഈ ചുവടെ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏത് കമ്പ്യൂട്ടറാണ് ചാൾസ് ബാബേജ് കൺസീവ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ അനലിറ്റിക്കൽ എഞ്ചിൻ, ഓപ്ഷൻ ബി അർത്തമെറ്റിക് മെഷീൻ, ഓപ്ഷൻ സി കൊളോസസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പറയാമോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അനലിറ്റിക്കൽ എഞ്ചിനാണ് കേട്ടോ. അനലിറ്റിക്കൽ എഞ്ചിനാണ് ചാൾസ് ബാബേജ് കൺസീവ് ചെയ്ത കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ചാൾസ് ബാബേജ് കൺസീവ് ചെയ്ത കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാൾസ് ബാബേജിനെ ഓർത്തുകൊള്ളുക കേട്ടോ. അപ്പോൾ ഈ അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഡിസൈൻ ആണ് കേട്ടോ. ഓർത്തു വെച്ചിരിക്കുക, ഫസ്റ്റ് ഡിസൈൻ ഓഫ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ആണ് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഡിസൈൻ ഓഫ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയുക, അതെന്താണ്? അനലിറ്റിക്കൽ എഞ്ചിൻ ആണ്. അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ചാൾസ് ബാബേജ് ആണ് കേട്ടോ. ഏകദേശം 1830 കാലഘട്ടത്തിലാണ് ചാൾസ് ബാബേജ് ഈ ഒരു കമ്പ്യൂട്ടർ എന്ത് ചെയ്തിരിക്കുന്നത്? ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അതായത് ഇന്ന് നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ കാണുന്ന കമ്പോണൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തെടുത്ത ഒരു കമ്പ്യൂട്ടറാണ് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്രോസസ്സർ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കമ്പ്യൂട്ടർ അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ കമ്പ്യൂട്ടറിനകത്ത് ഇൻപുട്ട് ടെക്നോളജി ആയിട്ടും ഔട്ട്പുട്ട് ടെക്നോളജി ആയിട്ടും ഉപയോഗിച്ചിരുന്നത് എന്താണ്? പഞ്ച്ഡ് കാർഡാണ് അല്ലെങ്കിൽ പഞ്ച്ഡ് കാർഡ് സിസ്റ്റം ആണ് കേട്ടോ. പഞ്ച്ഡ് കാർഡ് സിസ്റ്റം, പഞ്ച്ഡ് കാർഡ് സിസ്റ്റം, പഞ്ച്ഡ് കാർഡ് ഓർത്തിരിക്കുക. ഇവിടെ ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും യൂസ് ചെയ്യുന്നത് എന്താണ്? പഞ്ച്ഡ് കാർഡുകളാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ കഴിവുള്ള കമ്പ്യൂട്ടർ കൂടിയായിരുന്നു അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിന്റെ രൂപത്തിലൊന്നും അല്ലായിരുന്നു കേട്ടോ. അതും മനസ്സിലാക്കുക. സോ ഇത് നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ചോദ്യമാണ്. വിച്ച് വാസ് ദ കമ്പ്യൂട്ടർ കൺസീവ്ഡ് ബൈ ചാൾസ് ബാബേജ് എന്ന് ചോദിച്ചാൽ പറയുക അനലിറ്റിക്കൽ എഞ്ചിൻ. ഇനി ഓപ്ഷനിൽ അർത്തമെറ്റിക് മെഷീൻ ഉണ്ട്, കൊളോസസും ഉണ്ട്. അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അർത്തമെറ്റിക് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഉപകരണമാണ് അർത്തമെറ്റിക് മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് പാസ്കലൈന്, അതുപോലെ തന്നെ റക്കണർ, ഇങ്ങനെയൊക്കെയുള്ള ഡിവൈസസ് ഒക്കെ എന്തായിരുന്നു? അർത്തമെറ്റിക് മെഷീൻസ് ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മെഷീൻസ് എന്ത് ചെയ്തിരുന്നത്? ഉപയോഗിച്ചിരുന്നത്. ദെൻ കൊളോസസ് എന്താണെന്ന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആദ്യത്തെ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, നമ്മുടെ ലോകത്തെ ആദ്യത്തെ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആണെന്ന് പറയുന്നത് കൊളോസസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വേൾഡിലെ ഫസ്റ്റ് ഇലക്ട്രോണിക് പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ ആണെന്ന് പറയുന്നത് കൊളോസസ് എന്ന് പറയുന്നത് കേട്ടോ. കൊളോസസ് എന്ന് പറഞ്ഞാൽ 1943-44 കാലഘട്ടത്തിൽ ടോമി ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ഡിസൈൻ ചെയ്തെടുത്ത ഒരു കമ്പ്യൂട്ടറാണ് എന്നുള്ളതും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ കൊളോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് പറയാം.
1943-44 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് എഞ്ചിനീയറായ ടോമി ഫ്ലവേഴ്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്ത് എടുത്തത് കേട്ടോ. ഈ കൊളോസസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്യാം. 1943-44 കാലഘട്ടം എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമായിരുന്നു അല്ലേ. സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമായിരുന്നു, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു സമയമായിരുന്നു. അന്ന് ജർമ്മൻ കോഡുകളെ ബ്രേക്ക് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ജർമ്മൻ കോഡുകളെ ബ്ലോക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ടോമി ഫ്ലവേഴ്സ് എന്ത് ചെയ്തത്, കൊളോസസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യം, റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. പെർഫോമൻസ് ഓഫ് എ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് മെഷേർഡ് ഇൻ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് അളക്കുന്നത് എന്ത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫ്ലോപ്സ്, ഓപ്ഷൻ ബി MIPS, ഓപ്ഷൻ സി KIPS, ഓപ്ഷൻ ഡി ജിഗാ ഹെഡ്സ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പറയാമോ? ആർക്കെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ? നന്നായിട്ട് പഠിച്ചുകൊള്ളുക. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫ്ലോപ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ഫ്ലോപ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫ്ലോപ്സിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളത് നോക്കണം. ഫ്ലോപ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് per second. ഇതാണ് ഫ്ലോട്ടിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പെർഫോമൻസ് അളക്കുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമ്മുടെ ആധുനിക അല്ലെങ്കിൽ മോഡേൺ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ഒരു പവർ എന്ന് പറയുന്നത്, അതിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് അളക്കുന്നത് ടെറാ ഫ്ലോപ്സിലോ അല്ലെങ്കിൽ പെറ്റാ ഫ്ലോപ്സിലോ അല്ലെങ്കിൽ എക്സാ ഫ്ലോപ്സിലോ ഒക്കെയാണ് മോഡേൺ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പെർഫോമൻസും സ്പീഡും ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഫ്ലോപ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ MIPSന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. million of instructions per second. Millions of instructions per second കേട്ടോ. millions of instructions per second. millions of instructions per second ആണ് MIPSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നമുക്ക് KIPSന്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കണം. KIPSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കിലോ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് കേട്ടോ. കിലോ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. കിലോ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഇത് ഒരു ഓൾഡ് യൂണിറ്റ് ആണ്. പഴയ കാലഘട്ട കമ്പ്യൂട്ടർ ഡിവൈസസിലെല്ലാം പെർഫോമൻസ് മെഷർ ചെയ്തിരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു KIPS എന്ന് പറയുന്നത്. നിലവിൽ ഉപയോഗിക്കുന്നില്ല. ജിഗാ ഹെഡ്സ്, GHz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജിഗാ ഹെഡ്സ് ആണ്. ജിഗാ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറിന്റെ ക്ലോക്ക് സ്പീഡ് മെഷർ ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ജിഗാ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ മൈക്രോ പ്രോസസ്സറിന്റെ ക്ലോക്ക് സ്പീഡ് മെഷർ ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ജിഗാ ഹെഡ്സ് എന്ന് പറയുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. പെർഫോമൻസ് ഓഫ് എ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് മെഷേർഡ് ഇൻ ഫ്ലോപ്സ്. എന്താണ് ഫ്ലോപ്സ്? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഒരു മികച്ച ചോദ്യം, ഒരു പൊതുവിജ്ഞാനപരമായിട്ടുള്ള ചോദ്യം കൂടിയാണ് കേട്ടോ ഇത്. സൂപ്പർ കമ്പ്യൂട്ടർ അനുപം ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ബൈ. ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറായ അനുപം ഡെവലപ്പ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഓപ്ഷൻ എ നോക്കിയ, ഓപ്ഷൻ ബി ബാർക്ക്, ഓപ്ഷൻ സി IBM, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ്. അപ്പൊ ആരാണ് ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറായ അനുപം ഡെവലപ്പ് ചെയ്തത്? പറയാമോ? യെസ്, ഓപ്ഷൻ ബി ബാർക്ക് കേട്ടോ. ഓപ്ഷൻ ബി ബാർക്ക് ആണ് ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറായ അനുപം ഡെവലപ്പ് ചെയ്തത്. ബാർക്ക് എന്ന് പറയുന്ന പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ കേട്ടോ. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. അപ്പൊ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരു ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ആണ് എന്തെന്ന് പറയുന്നത്, ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ മുംബൈയിലെ ബാർക്കിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്തെന്ന് പറയുന്നത്, അനുപം എന്ന് പറയുന്നത് കേട്ടോ.
ന്യൂക്ലിയർ റിസർച്ചിന് വേണ്ടിയിട്ടും മറ്റ് സൈമുലേഷൻസിന് വേണ്ടിയിട്ടും ഒക്കെ ഡിസൈൻ ചെയ്തെടുത്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് എന്തെന്ന് പറയുന്നത്, അനുപം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒരുപാട് PSC ചോദ്യപേപ്പറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ചോദ്യം കേട്ടോ. ബാർക്ക് ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിക്കും. ഉത്തരം എന്താണ്? അനുപം. അല്ലെങ്കിൽ അനുപം എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഏത് രാജ്യത്തിൻ്റെയാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ ഏതോ സ്ഥാപനമാണിത് ഡെവലപ്പ് ചെയ്തത് എന്ന് ചോദിച്ചാൽ പറയുക ബാർക്കാണ് എന്ന് എന്ത് ചെയ്യുക, പറയുക കേട്ടോ. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷനിൽ നോക്കിയ, IBM, മൈക്രോസോഫ്റ്റ് ഒക്കെ ഉണ്ട്. നോക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി അതൊരു ടെലകോം കമ്പനിയാണ് കേട്ടോ. നോക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെലകോം കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. IBM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. ലോകത്തെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നിർമ്മാതാക്കളാണ് എന്തെന്ന് പറയുന്നത്, IBM എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നുള്ളതാണ് IBMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. അപ്പോൾ IBMന്റെ പ്രധാനപ്പെട്ട 2 സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് ഏതൊക്കെയാ? ഡീപ്പ് ബ്ലൂവും അതുപോലെ തന്നെ സമ്മിറ്റ് എന്നൊക്കെ പറയുന്നത് IBMന്റെ പ്രധാനപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് എന്ന് മനസ്സിലാക്കുക. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ MS ഓഫീസ്, മറ്റ് ക്ലൗഡ് സർവീസസ് ഒക്കെ തരുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. സൂപ്പർ കമ്പ്യൂട്ടർ അനുപം ഡെവലപ്പ് ചെയ്തത് ആരാണ്? അത് ബാർക്കാണ്. ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ, മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലാണ് എന്ത് ഡെവലപ്പ് ചെയ്തെടുത്തത്? അനുപം എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തെടുത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് സച്ച് ആസ് മോണിറ്റേഴ്സ് ആൻഡ് കീബോർഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ്. നമ്മുടെ ഈ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ ഉണ്ടല്ലോ, അതായത് മോണിറ്റർ, കീബോർഡ്, പ്രിന്റർ, സ്പീക്കർ, ഇങ്ങനെയൊക്കെയുള്ള ഡിവൈസസ്, ഇതിനെല്ലാം എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡിവൈസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അർത്തമെറ്റിക് യൂണിറ്റ്, ഓപ്ഷൻ ബി കൺട്രോൾ യൂണിറ്റ്, ഓപ്ഷൻ സി പെരിഫറൽ ഡിവൈസസ്, ഓപ്ഷൻ ഡി മെയിൻ സ്റ്റോർ ഡിവൈസസ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? പറയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെ ഏത് ഡിവൈസുമായിട്ടാണ്, അല്ലെങ്കിൽ ഏത് തരം ഡിവൈസ് ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, പെരിഫറൽ ഡിവൈസസ് കേട്ടോ. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ ഇന്റർ കണക്ട് ചെയ്യുന്ന എല്ലാ എക്സ്റ്റേണൽ ഡിവൈസസിനെയും നമ്മൾ പറയുന്ന പേര് പെരിഫറൽ ഡിവൈസസ് എന്നാണ് കേട്ടോ. അത് ഇൻപുട്ട് ഡിവൈസ് ആയിക്കൊള്ളട്ടെ, ഔട്ട്പുട്ട് ഡിവൈസ് ആയിക്കൊള്ളട്ടെ, അതായത് കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്പീക്കർ, മോണിറ്റർ, ഇതെല്ലാം പെരിഫറൽ ഡിവൈസസ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ഇതെല്ലാം പെരിഫറൽ ഡിവൈസസ് ആണ്. ഒരു സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടറിനെ മാക്സിമം 16 എണ്ണം പെരിഫറൽ ഡിവൈസസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. ഈ പെരിഫറൽ ഡിവൈസസിനെയൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോർട്ടുകൾ വഴിയാണ്. ഇപ്പോൾ പുതിയ മോഡേൺ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ USB പോർട്ടുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്ട് ചെയ്യുന്നത് കേട്ടോ. പ്രിന്ററും അതുപോലെ തന്നെ മറ്റ് ഡിവൈസസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പോർട്ട് വഴി എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഓരോ ഡിവൈസസും കണക്ട് ചെയ്യാനായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പോർട്ടുകൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ലൊരു ചോദ്യം. 2016 ലൈബ്രറിയൻ എന്ന് പറയുന്ന ആ തസ്തികയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പാക്ട് പ്രിന്റർ? ചുവടെ തന്നിരിക്കുന്നവയിൽ ഇമ്പാക്ട് പ്രിന്റർ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രിന്റർ പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്. അപ്പോൾ എന്താണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്? ഒരു ഇങ്ക്ഡ് റിബൺ ഫിസിക്കലി പേപ്പറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രിന്റേഴ്സിനെയാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു ഇങ്ക്ഡ് റിബൺ ഫിസിക്കലി പേപ്പറിൽ വന്ന് അടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രിന്റേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയാം. ഇനി നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ക്ഡ് റിബൺ പേപ്പറിൽ തട്ടാതെ നമ്മൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രിന്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ചുവടെ തന്നിരിക്കുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഈ ലേസർ പ്രിന്റർ പറയുന്നുണ്ട്, ലൈൻ പ്രിന്റർ ഉണ്ട്, ഇങ്ക്ജെറ്റ് പ്രിന്റർ ഉണ്ട്, നൺ ഓഫ് ദ എബോവ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലേസറിലോ ലൈനിലോ ഇങ്ക്ജെറ്റിലോ ഇതിൽ ഏതോ ഒരു പ്രിന്റർ മാത്രം എന്താണ്, ഇമ്പാക്ട് പ്രിന്റർ ആണ്. അതായത് ഇങ്ക്ഡ് റിബൺ പേപ്പറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിന്റ് ജനറേറ്റ് ആകുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി, ലൈൻ പ്രിന്റർ ആണ് കേട്ടോ. ലൈൻ പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇമ്പാക്ട് പ്രിന്റർ ആണ്. അപ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രിന്റ് ക്രിയേറ്റ് ആകുന്നത്. അറ്റ് എ ടൈം ഒരു ലൈൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ആകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് ലൈൻ പ്രിന്റർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇമ്പാക്ട് പ്രിന്ററിന്റെ മറ്റു ചില എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ലൈൻ പ്രിന്ററിന് പുറമേയുള്ള മറ്റ് ചില ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ
ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ഡെയ്സി വീൽ പ്രിന്റർ, ഇവയെല്ലാം ഇമ്പാക്റ്റ് പ്രിന്ററുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളുക. ലൈൻ പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ഡെയ്സി വീൽ പ്രിന്റർ, ഇവയെല്ലാം എന്താണ്? ഇമ്പാക്റ്റ് പ്രിന്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ ഇവിടെ ലേസർ പ്രിന്ററും ഇങ്ക് ജെറ്റ് പ്രിന്ററും ഉണ്ട്. ഇവ രണ്ടും എന്താണ്? നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. അതായത് ഒരു ഇങ്ക്ഡ് റിബൺ പേപ്പറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യാതെ തന്നെ പ്രിന്റ് ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള പ്രിന്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ലേസർ പ്രിന്റർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ടോണറിന്റെയും ലേസറിന്റെയും സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? പ്രിന്റ് ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ക് ജെറ്റ് പ്രിന്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നോസിൽസ് ഉണ്ട്. ആ നോസിൽസിലൂടെ ഇങ്ക് സ്പ്രേ ചെയ്തിട്ടാണ്, പേപ്പറിലേക്ക് സ്പ്രേ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രിന്റ് ജനറേറ്റ് ആവുന്നത്. ഇവിടെ ഒന്നും ഇങ്ക്ഡ് റിബൺ വന്ന് പേപ്പറിലേക്ക് എന്ത് ചെയ്യുന്നില്ല? സ്ട്രൈക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ നോൺ ഇമ്പാക്റ്റ് പ്രിന്ററിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് തെർമൽ പ്രിന്റർ. തെർമൽ പ്രിന്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇമ്പാക്റ്റ് പ്രിന്റർ എന്തായി, നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായി, അതിന്റെ എക്സാമ്പിൾസും മനസ്സിലായി. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മുടെ ടൈപ്പിസ്റ്റ് പഠിക്കാൻ ഇനിയും സമയമുണ്ട്. അതായത് 30 ദിവസത്തോളം നമുക്ക് പഠിക്കുവാനായിട്ട് സമയം കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു 30 ദിവസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ടൈപ്പിസ്റ്റിൻ്റെ സിലബസ് പഠിച്ചെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ 30 ദിവസം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ പഠിക്കുന്നത് വളരെ അക്യുറേറ്റ് ആയിരിക്കണം, വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ 30 ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ളത് മാത്രം മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും. ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓരോ അധ്യാപകരുടെയും ക്ലാസ് ആവർത്തിച്ച് കേട്ട് ഓരോ ടോപ്പിക്കും ബൈഹാർട്ടാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സ്, അതായത് ഒരുപാട് പരീക്ഷകൾക്ക് കോച്ചിങ് നൽകി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയവും ടീച്ചർമാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് മെൻറ്റർ ഉണ്ടാവും. മെൻറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഡെയിലി ഗൈഡൻസും സപ്പോർട്ടും ലഭിക്കും കേട്ടോ. നിങ്ങൾ എന്ത് സപ്പോർട്ട് ചോദിച്ചാലും നല്ലൊരു പിന്തുണ മെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ PDF നോട്ടുകളും നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും വിലയിരുത്തുവാനായിട്ട്, നിങ്ങളുടെ പഠനം ഏതുവരെയായി എന്ന് വിലയിരുത്തുവാനായിട്ടും നിങ്ങളെ മനസ്സിലാക്കുവാനുമായിട്ട് മോഡൽ എക്സാംസ് ഉണ്ടാവും. എക്സാംസ് എഴുതി തന്നെ പഠിക്കണമെന്നേ ഞാൻ പറയുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ 1.25 മണിക്കൂറാണ് എക്സാം എങ്കിൽ ആ 1.25 മണിക്കൂറിനകത്ത് 100 ചോദ്യങ്ങളും എഴുതി പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റണം. ആ ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിലൂടെയൊക്കെ നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഉയർത്തുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കോഴ്സിന് ചേരുവാൻ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും, അതുപോലെ തന്നെ കോഴ്സിന് വരുവാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളോടും ഒക്കെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൂടുതൽ വിവരവും അതുപോലെ തന്നെ അഡ്മിഷനും ഒക്കെ ഉറപ്പുവരുത്തുവാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. 8590202323 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ദ സൈസ് ഓഫ് എ മോണിറ്റർ ഈസ് ഹിറ്റ്സ്. ഒരുപാട് ആളുകൾ തെറ്റിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനിയും ആളുകൾ തെറ്റിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഒരു മോണിറ്ററിൻ്റെ സൈസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ ലെങ്ത്, ഓപ്ഷൻ ബി വെർട്ടിക്കൽ ലെങ്ത്, ഓപ്ഷൻ ഡി ഡയഗണൽ ലെങ്ത്, ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ ലെങ്ത്, വെർട്ടിക്കൽ ലെങ്ത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമ്മളിപ്പോൾ ടെലിവിഷനൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് 50 ഇഞ്ച്, 42 ഇഞ്ച്, 32 ഇഞ്ച് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതുപോലെ തന്നെ മോണിറ്ററിനും സൈസ് ഉണ്ടല്ലേ? നമ്മൾ 17 ഇഞ്ച്, 21 ഇഞ്ച്, ഇങ്ങനെ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഇഞ്ചസിലുള്ള മോണിറ്റേഴ്സ് നമ്മൾ മേടിക്കാറുണ്ട്. അപ്പോൾ മോണിറ്ററിൻ്റെ സൈസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത്യാവശ്യം ടെക്നിക്കലി അറിയാവുന്ന ആൾക്കാർ പറയും എങ്ങനെയാണ് മോണിറ്ററിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ഡയഗണൽ ലെങ്ത് ആണ് കേട്ടോ. ഒരു മോണിറ്ററിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡയഗണൽ ലെങ്ത് എടുത്തിട്ടാണ്. നമ്മുടെ ഈ മൊബൈൽ ഫോൺ ആയാലും അതിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് നമ്മൾ ഡയഗണൽ ലെങ്ത് വെച്ച് ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ദ സൈസ് ഓഫ് എ മോണിറ്റർ ഈസ് ഇറ്റ്സ് ഡയഗണൽ ലെങ്ത് കേട്ടോ. അപ്പോൾ ഒരു മോണിറ്ററിൻ്റെ സൈസ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും.
ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിലായിരിക്കും മെഷർ ചെയ്യുന്നത്. ഇങ്ങനെ മെഷർ ചെയ്യുമ്പോഴത്തേക്ക് 15 ഇഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ അത് 15 ഇഞ്ചിൻ്റെ മോണിറ്റർ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം കേട്ടോ. അതല്ലാതെ നമ്മൾ ഹൈറ്റോ വിഡ്ത്തോ വെച്ചിട്ടല്ല എന്ത് ചെയ്യുന്നത്, നമ്മളൊരു മോണിറ്ററിൻ്റെ സൈസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നല്ലൊരു ചോദ്യമാണിത്. മോണിറ്ററിനെ പറയുന്ന മറ്റൊരു പേരാണ് VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത്. മോണിറ്റർ പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ്? CRT മോണിറ്റർ, കാഥോഡ് റേ ട്യൂബ് ഉണ്ട്, LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, TFT എന്ന് പറഞ്ഞാൽ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ, പ്ലാസ്മ മോണിറ്റർ, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്റർ ഉണ്ട് OLED ഫുൾ ഫോം ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സോ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കളക്ഷൻ ഓഫ് 4 ബിറ്റ്സ് ഈസ് കാൾഡ്. 4 ബിറ്റുകളുടെ കളക്ഷനെ അല്ലെങ്കിൽ 4 ബിറ്റിനെ നമ്മൾ പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ബൈറ്റ്, ഓപ്ഷൻ ബി നിബിൾ, ഓപ്ഷൻ സി കിലോബൈറ്റ്, ഓപ്ഷൻ ഡി മെഗാബൈറ്റ്. ഏതായിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ? 4 ബിറ്റുകളെ നമ്മൾ എങ്ങനെ പറയും, 4 ബിറ്റുകളെ ചേർത്ത് നമ്മൾ എങ്ങനെ പറയും എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. 4 ബിറ്റ്, ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബൈനറി ഡിജിറ്റ് ആണ്, 0യോ 1ഓ ആയിരിക്കാം കേട്ടോ. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ഡിജിറ്റ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ആവുന്നത് ബിറ്റുകളുടെ രൂപത്തിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? 4 ബിറ്റുകളെ നമ്മൾ എന്ത് പറയുന്നു? 4 ബിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? നിബിൾ കേട്ടോ, നിബിൾ. 4 ബിറ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നിബിൾ എന്ന് പറയുന്നു. നിബിൾ. 2 നിബിൾ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈറ്റ് ആണ് കേട്ടോ. 2 നിബിൾ എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. 2 നിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈറ്റ് ആണ്. അപ്പോൾ 1 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബിറ്റാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. 8 ബിറ്റാണ് എന്തെന്ന് പറയുന്നത്? 1 ബൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 8 ബിറ്റാണ് 1 ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പം 2 നിബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് 4 ബിറ്റ് പ്ലസ് 4 ബിറ്റ് അല്ലേ, അപ്പോൾ 8 ബിറ്റ്. അപ്പോൾ 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ബിറ്റ് ആണ്. ഈ 1 ബൈറ്റിനെ നമ്മൾ 2 നിബിൾ എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ നിങ്ങളെ കറക്കുവാനായിട്ട് 2 നിബിൾ എന്ന് പറഞ്ഞാൽ എത്ര ബൈറ്റ് ആണ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ എത്ര ബിറ്റ് ആണ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ആ ലോജിക്ക് നന്നായിട്ട് ആലോചിച്ച് വേണം പരീക്ഷയ്ക്ക് എഴുതുവാനായിട്ട് കേട്ടോ. അപ്പോൾ 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ബൈറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ 1024 ബൈറ്റ് ആണ് 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1024 കിലോ ബൈറ്റിനെ നമുക്ക് 1 മെഗാബൈറ്റ് എന്ന് പറയാം, 1 MB എന്ന് പറയാം. 1024 മെഗാബൈറ്റിനെ 1 ജിഗാബൈറ്റ് അല്ലെങ്കിൽ 1 GB എന്ന് പറയാം. അതുപോലെ 1024 ജിഗാബൈറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? 1 TB അല്ലെങ്കിൽ 1 ടെറാബൈറ്റ് എന്ന് പറയാം. ഈ ഒരു കാര്യം നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് എല്ലാ PSC പരീക്ഷകൾക്കും പ്രിയപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷ് മെമ്മറി വിൽ ബി അവൈലബിൾ. ക്യാഷ് മെമ്മറി എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഓപ്ഷൻ എ ഇൻ ബിറ്റ്വീൻ റാം ആൻഡ് വിർച്വൽ മെമ്മറി, ഓപ്ഷൻ ബി ഇൻ ബിറ്റ്വീൻ റാം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഓപ്ഷൻ സി ഇൻ ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് റാം, ഓപ്ഷൻ ഡി ഇൻ ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് രജിസ്റ്റർ. അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന ഒരു പ്രൈമറി മെമ്മറിയാണ്. ആ മെമ്മറി നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്. ഇത് എവിടെയാണ് ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻ ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് റാം. അപ്പോൾ റാമിൻ്റെയും പ്രോസസറിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ക്യാഷ് മെമ്മറി സ്ഥിതി ചെയ്യുന്നത്. ക്യാഷ് മെമ്മറിയുടെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ പറയുക, ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഇൻസ്ട്രക്ഷൻസിനെ ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ CPU-ന് എടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഫർ ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തിടെ നമ്മൾ ഉപയോഗിച്ച ഇൻസ്ട്രക്ഷൻസിനെ താൽക്കാലികമായിട്ട് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും CPU-ന് ആവശ്യമായിട്ട് വരുമ്പോൾ അവിടെ നിന്ന് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? റെഫർ ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് CPU-ന് മെയിൻ മെമ്മറിയിലേക്ക് പോവേണ്ട ആവശ്യമില്ല. അത്രയും സമയം എന്ത് ചെയ്യാൻ പറ്റും? CPU-ന് ലാഭിക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ പറയുക, അത് രജിസ്റ്റർ ആണ്. ഏറ്റവും ചെറിയ മെമ്മറി എന്ന് പറയുന്നതും രജിസ്റ്റർ ആണ്. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് among the following is not an operating system? ചുവടെ തന്നിരിക്കുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിൻഡോസ്, ഓപ്ഷൻ സി മാക് OS, ഓപ്ഷൻ ബി ലിനക്സ്, ഓപ്ഷൻ ഡി സഫാരി. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമുക്കറിയാം വിൻഡോസും മാക്കും ലിനക്സും ഒക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സഫാരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി സഫാരിയാണ്. സഫാരി എന്ന് പറഞ്ഞാൽ ഒരു വെബ് ബ്രൗസറാണ്. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വെബ് ബ്രൗസറാണ് എന്തെന്ന് പറയുന്നത്, സഫാരി എന്ന് പറയുന്നത്. അതായത് മാക്സിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഡിഫോൾട്ടായിട്ട് ഇൻബിൽട്ടായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് എന്തെന്ന് പറയുന്നത്, സഫാരി എന്ന് പറയുന്നത് കേട്ടോ. അതൊരു വെബ് ബ്രൗസറാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫേംവെയർ ക്യാൻ ബി ഡെസ്ക്രൈബ്ഡ് ആസ്. എന്താണ് ഈ ഫേംവെയർ എന്ന് പറയുന്നത് കേട്ടോ? ഓപ്ഷൻ എ സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി ഈസിലി മോഡിഫൈഡ്. ഓപ്ഷൻ ബി എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ റോം. ഓപ്ഷൻ സി എ ടൈപ്പ് ഓഫ് വൈറസ് പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ഡി എ ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഏതായിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഫേംവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ റോം. അതായത് റീഡ് ഓൺലി മെമ്മറിയിൽ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെയാണ്, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയറിനകത്ത് അതിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെയാണ് നമ്മൾ ഫേംവെയർ എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നമ്മുടെ റീഡ് ഓൺലി മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫേംവെയർ ആണ് ബയോസ്, BIOS എന്ന് പറയുന്നത്. അതായത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം കേട്ടോ. ഒരു പർട്ടിക്കുലർ ഹാർഡ്വെയറിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളെ നമുക്ക് എന്തെന്ന് പറയാം, ഫേംവെയർ എന്ന് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. അപ്പം നന്നായിട്ട് പഠിക്കുക. അടുത്തത് ഒരു മികച്ച ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് OLED മോണിറ്റർ? OLED മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓപ്ഷൻ എ റിക്വയർസ് ബാക്ക്ലൈറ്റ് ഫോർ ഡിസ്പ്ലേ. ഓപ്ഷൻ ബി തിക്കർ ആൻഡ് ഹെവിയർ ദാൻ LCDs. ഓപ്ഷൻ സി ഹയർ കോൺട്രാസ്റ്റ് റേഷ്യോ ആൻഡ് ഡീപ്പർ ബ്ലാക്സ്. ഓപ്ഷൻ ഡി ലിമിറ്റഡ് വ്യൂയിങ് ആംഗിൾ. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഈ OLED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് പെരിഫറൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം സിലബസിലുണ്ട്. അതൊന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററാണ് ഈ OLED എന്ന് പറയുന്നത്, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പം ശരിയായിട്ടുള്ള ആൻസർ എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഹയർ കോൺട്രാസ്റ്റ് റേഷ്യോ ആൻഡ് ഡീപ്പർ ബ്ലാക്സ്. അതായത് ഹയർ കോൺട്രാസ്റ്റ് റേഷ്യോയും വളരെ ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് കളറും എന്ത് ചെയ്യാൻ പറ്റും, ഈ OLED മോണിറ്ററിന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ബാക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് OLED മോണിറ്ററിൽ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഈ OLED മോണിറ്ററിനകത്ത് ഓരോ പിക്സൽസും ഇൻഡിവിജ്വലി എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേയിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ LCD മോണിറ്ററിനെയും സാധാരണ LED മോണിറ്ററിനേക്കാളൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. കുറച്ചും കൂടി പിക്ചർ ക്ലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, തിന്നുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ ബാക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നില്ല, OLED മോണിറ്ററിനകത്ത് അപ്ലൈ ചെയ്യുന്നില്ല. ഓരോ പിക്സൽസും ഇൻഡിവിജ്വലി എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും LD ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഭരിക്കുന്നത് കേട്ടോ. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.